വിദേശത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ എന്നുള്ളത് മാത്രമല്ല, ആ വിദ്യാർത്ഥികളുടെ സ്വപ്നം അവർക്കത് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെയാണ്. അതായത് ഇവിടെ നിന്ന് എല്ലാം വിറ്റുപെറുക്കി മറ്റൊരു രാജ്യത്തേക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായി പോയി ഭാവി രക്ഷപ്പെടുന്നവരാണോ ഭാവി തൊലയ്ക്കുന്നവരാണോ കൂടുതൽ? മൈഗ്രേഷൻ ഫ്രം ഇന്ത്യ എന്നൊരു ടോപ്പിക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മലയാളികൾക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 1.4 ബില്യൺ പോപ്പുലേഷനുള്ള ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് ഒഴുകുന്ന ആളുകളുടെ എണ്ണം കടൽ പോലെയാണ്. ഇതിൽ പോകുന്നവരുടെ പ്രായമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ അടുത്ത ഒരു തലമുറ നമ്മുടെ നാട് വിട്ട് തന്നെ പോവുകയാണ്. ഇന്ത്യയുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത്, ആവറേജ് ഏജ് ഓഫ് ഇന്ത്യൻസ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 28 വയസ്സും അതിന് താഴെയുമാണ്. അപ്പോൾ ഇവിടുന്ന് പോകുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യേണ്ട ആളുകളാണ് എന്നതിൽ കൂടുതൽ ആ പോകുന്ന ആളുകൾക്ക് ഗുണമുണ്ടോ എന്നും കൂടെ ചിന്തിക്കണം. അതായത് ഇവിടെ നിന്ന് എല്ലാം വിറ്റുപെറുക്കി മറ്റൊരു രാജ്യത്തേക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായി പോയി ഭാവി രക്ഷപ്പെടുന്നവരാണോ ഭാവി തൊലയ്ക്കുന്നവരാണോ കൂടുതൽ? ഇതിൽ കൂടുതലും സ്റ്റുഡൻസ് മൈഗ്രേഷൻ കാണപ്പെടുന്നു. അതെ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻറ് വിസയിൽ കൂടെ പോകുന്ന ആളുകൾ വളരെ അധികമാണ്. പണ്ടൊക്കെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് 2 വർഷം ജോലി ചെയ്തവരൊക്കെ പോയിരുന്നത്. ഇപ്പോൾ +2 കഴിഞ്ഞ ഉടനെ കുട്ടികൾ, അതെ, വളരെ ശരിയാണ്. കൊച്ചു കുട്ടികൾ വരെ ഇവിടെ നിന്ന് അമേരിക്ക, കാനഡ, ന്യൂസിലൻഡ് എന്ന് പറഞ്ഞ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം വിദേശത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ എന്നുള്ളത് മാത്രമല്ല, ആ വിദ്യാർത്ഥികളുടെ സ്വപ്നം അവർക്കത് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെയാണ്. കാരണം ഇത് ആ പോകുന്ന കുട്ടികളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല, അവരുടെ മാതാപിതാക്കളെയും കൂടെ ബാധിക്കുന്നതാണ്. കാരണം നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന പോലെ 4-5 ലക്ഷം രൂപ ചിലവുള്ള ഒരു കാര്യമല്ല. 25-30 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് ആവശ്യം വരുന്ന ഒരു കാര്യമാണിത്. അതിൽ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ 1.4 മില്യൺ കുട്ടികൾ പ്രതിവർഷം വെളിയിലേക്ക് പോകുന്നു. ഇനി പൊക്കോട്ടെ, പക്ഷേ 2.5 ലക്ഷം കോടി രൂപ അവർ പ്രതിവർഷം വെളി രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ലോണായിട്ടുള്ളതുണ്ട്, സ്ഥലം വീടും വിറ്റ കാശുണ്ട്, സേവ് ചെയ്ത് വെച്ച പൈസയുണ്ട്. ഇതെല്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയിക്കോട്ടെ, അവരുടെ ഭാവിയിൽ അത് ഗുണം ചെയ്യുന്നുവെങ്കിൽ നല്ലൊരു കാര്യമാണ്, മാതാപിതാക്കൾക്ക് സന്തോഷമാണ്. ഇവിടുത്തെ കുട്ടികൾ ഇവിടുന്ന് വെളിരാജ്യത്ത് പോകുമ്പോൾ ലോൺ എടുത്തോണ്ടല്ലേ കൂടുതലും പോകാറുള്ളത്. അതെ, ഒരുപാട് കുട്ടികൾ നമ്മൾ നോക്കുമ്പോൾ ലോൺ എടുത്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ലോൺ എടുത്ത് പോകുന്നവരെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ തിരിച്ചടവ് എന്നതൊരു വലിയ ചോദ്യമാണ്. ആ തിരിച്ചടവിലെ തന്നെ ഏറ്റവും വലിയ കാര്യം പലിശയാണ്. ആളുകൾ സാധാരണഗതിയിൽ ചിന്തിക്കാത്ത, എന്നാൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 2 വർഷത്തെ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിൽ ആ പഠിക്കുന്ന 2 വർഷം ഇത് അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റ് ആണ്. അടയ്ക്കുന്നില്ല എന്നത് ശരിയാണ്, പക്ഷേ അതിൻ്റെ അടവ് കൂടുകയാണ്. കുട്ടികൾക്ക് പോകാൻ അത്ര താല്പര്യമില്ലെങ്കിലും മാതാപിതാക്കളുടെ പ്രഷർ കൊണ്ട് പോകുന്ന നല്ലൊരു ശതമാനം കുട്ടികളുണ്ട് അവിടേക്ക്. അല്ല, അത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതൊരു സ്റ്റാറ്റസ് സിമ്പിളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൻ US എൻ്റെ മകൾ UK എന്ന് പറയുന്ന ഒരു പൊങ്ങച്ചത്തിലേക്ക് മാത്രം നമ്മൾ മാറിയിരിക്കുകയാണ്. അല്ല, കാശുള്ള വീടുകളിൽ ഇത് പ്രശ്നമില്ല. ആ പിള്ളേർ പോയി വേണ്ടാന്ന് വെച്ചാലും പഠിച്ച് ജോലി കിട്ടാതായാലും ബുദ്ധിമുട്ടില്ല, അവർ മടങ്ങി വരും. ആദ്യകാലങ്ങളിൽ വെളിയിൽ പോയിരുന്ന കുട്ടികൾ സ്കോളർഷിപ്പോട് കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് മിക്കവാറും ഒരു 90% സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. സ്കോളർഷിപ്പ് കിട്ടി നമ്മുടെ നാടുകളിൽ നിന്ന് പോകുന്ന കുട്ടികളാണെങ്കിൽ പ്രശ്നമില്ല, അവരത് തിരിച്ചു വരുന്നു പോകുന്നു എന്നുള്ള യാതൊരു കുഴപ്പവുമില്ല. കാരണം ബാധ്യത ഇല്ല. ഇപ്പോൾ 25-30 ലക്ഷം രൂപ കടം വാങ്ങിച്ച് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് തിരിച്ചടവ് 75-80 ലക്ഷമാണ്. കാരണം 10 വർഷം കൊണ്ടാണ് അടച്ചു തീർക്കുന്നത്. അതെ, പലിശ എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ എമൗണ്ട്. ഇത് അടച്ചു തീർക്കാത്തവരുടെ എണ്ണം കൂടുകയാണ്. ഈ സ്കോളർഷിപ്പ് എല്ലാവർക്കും കിട്ടും, എല്ലാ കുട്ടികൾക്കും കിട്ടുമോ? ഇല്ല, അത് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളിൽ കോമ്പറ്റീറ്റീവാണ് അവിടെ. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ ഇത്രയും കുട്ടികളുണ്ട്, എന്നാൽ പോലും നമുക്കൊരു IIT-യിലെ ഒരു സീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. 2ാം ക്ലാസ് 3ാം ക്ലാസ് മുതൽ IIT സ്വപ്നം കാണുന്ന മാതാപിതാക്കളുണ്ട് മക്കളെ കുറിച്ച്. ഒരു ഹൈസ്കൂളിൽ കയറിയ പറയണ്ട, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അടിച്ചു പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇത് ഇന്ത്യ മാത്രമല്ല, പല രാജ്യങ്ങളിലെ കുട്ടികൾ ഹാർവർഡ്, ഓക്സ്ഫോർഡ് എന്ന് ചിന്തിച്ച് വരികയാണ്. അപ്പൊ കോമ്പറ്റീഷൻ വളരെ അധികമാണ്, കിട്ടാൻ ചാൻസ് കുറവാണ്. അത്ര ബ്രില്യൻ്റ് ആണോ കിട്ടും. അതിനുള്ള എങ്ങനെയാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള? ഇപ്പോൾ
ഹാർവർഡ് അല്ലെ ഓക്സ്ഫോർഡ് അങ്ങനെയുള്ളൊരു യൂണിവേഴ്സിറ്റി അല്ല നോക്കുന്നത്, ഒരു ഫസ്റ്റ് 100-ലല്ല എങ്കിൽ, എന്നാൽ പോലും ഫസ്റ്റ് 500 എന്ന് പറഞ്ഞാൽ വേൾഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലായിടത്തും വാല്യൂ ഉള്ളതാണ്. ഫസ്റ്റ് 1000 പോലും അത്രയും വാല്യൂബിൾ ആയിട്ട് ബാക്കിയുള്ളവർ കാണുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് 1000 പോലും ഒരു കോളേജോ ഒരു യൂണിവേഴ്സിറ്റിയോ കാണില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. എന്നാൽ പോലും ഇപ്പോൾ അവിടെ കിട്ടുന്ന ആളുകൾ വളരെ കുറവാണ്. കാരണം അറിയില്ല. ഇവർ ഈ ഏജൻസിയിൽ പോകുമ്പോൾ അവർ അപ്ലൈ ചെയ്ത് സ്കോളർഷിപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നത് കുറച്ചുണ്ട്. കാരണം ചില കോളേജുകളും സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. ഇപ്പോൾ യു കെയിലൊക്കെ ഒരു 2010-15 കാലയളവിൽ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് 3000 പൗണ്ടൊക്കെയാണ്. അതൊന്നും ഒരു സ്കോളർഷിപ്പായിട്ട് നമ്മൾ കൺസിഡർ പോലും ചെയ്യേണ്ട. ഞാനവിടെ മാസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ സ്കോളർഷിപ്പാണ്, 2 പേർക്കേ ഉള്ളായിരുന്നു ആ ക്ലാസ്സിൽ മാക്സിമം സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഫീസിൽ നിന്ന് 3000 പൗണ്ട് അവർ കുറച്ച് തന്നു, ഇതായിരുന്നു. ബട്ട് മറ്റ് രാജ്യങ്ങളും നമുക്ക് ഓപ്ഷൻസിലുണ്ട് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ളത്. ബട്ട് അത് ടോട്ടല്ല, റിസർച്ച് ഓറിയന്റഡ് ആണ്. ഇനി അതാത് കോളേജുകളിലും അതാത് യൂണിവേഴ്സിറ്റികളിലും ഇതിനുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരെ സമീപിക്കണം നേരിട്ട്. എൻ്റെ മാർക്ക് ലിസ്റ്റ് ഇതാണ്, എൻ്റെ താല്പര്യമുള്ള വിഷയങ്ങൾ ഇതാണ്, നിങ്ങൾ ആ ഫീൽഡിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടോ? കാരണം പെൺകുട്ടികൾക്ക് ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട് വെളിയിൽ. ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾ എന്നുള്ളത് കൊണ്ട് ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്. അവിടെയും അവർക്ക് പ്രോഫിറ്റബിൾ എന്ന് പറയുന്ന സിറ്റുവേഷൻ തന്നെയാണ്. ഈ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ, അവിടെ പോയി പഠിക്കാൻ പോകുന്ന കുട്ടികളെ ജോലി ചെയ്തതായിട്ട് അറിവുണ്ട്. അപ്പോൾ അതിന് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അതങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാം. അല്ല, പഠിക്കാൻ പോയി പാർട്ട് ടൈം ജോലി ചെയ്യുന്നവർ ഒരുപാടാണ്. കാരണം ആ ഒരു സമയത്ത് നമ്മുടെ എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ മറ്റ് നിർവാഹങ്ങളില്ല. ഇവിടെ ഇപ്പോൾ നാട്ടിൽ അത്ര നല്ല സൗണ്ടഡ് ഫാമിലിയിൽ നിന്ന് വരികയാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല, ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നവരുണ്ട്. ബട്ട് മെജോറിറ്റിയും ഇത്രയും പൈസ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കൊണ്ട് ഇനി എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആകണമെന്ന് ചിന്തിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, 2, 3, 4 ജോലി അറ്റ് എ ടൈം ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത് ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ്. അങ്ങനെയുള്ള ജോലി കിട്ടാൻ സാധ്യത ഏറെയാണോ അതോ കുറവാണോ, എങ്ങനെയാണ്? അത് നമ്മുടെ കംഫർട്ട് ലെവൽ അനുസരിച്ചാണ്. അതായത് ഇപ്പോൾ രാവിലെ എണ്ണിക്കാൻ എനിക്ക് മടിയില്ല, വേണ്ടി വന്നാൽ ഞാൻ എണ്ണിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ തണുപ്പാണ് രാവിലെ. മിക്കവാറും ഇപ്പോൾ കാനഡയൊക്കെ എടുത്ത് 8 മാസം തണുപ്പാണ്. അപ്പോൾ രാവിലെ എണ്ണിക്കാൻ ഈ മുതലാളിമാർക്കൊരു ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്തു കൊള്ളാം എന്നൊരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ റോൾ നിങ്ങൾക്ക് കാണും. ശരി. ഈ കൂടുതലും ഏത് സ്ഥലത്താണ് നല്ല യൂണിവേഴ്സിറ്റികൾ കൂടുതൽ ഫ്രണ്ട്സ് മൈഗ്രേറ്റ് ചെയ്യുന്ന ഏത് സ്ഥലത്ത്? ഇന്ത്യയുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ലോങ് ഹിസ്റ്ററിയിലേക്ക് നമ്മൾ എടുത്താൽ ഈ ചാർട്ട് നമ്മൾ കാണിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് പോയിരിക്കുന്ന കുട്ടികളുടെ എണ്ണം ലാസ്റ്റ് 24-25 വർഷത്തെ കണക്കാണ്. അപ്പോൾ ഈ 24 വർഷത്തിൽ എത്ര മടങ്ങായാണ് അത് വർദ്ധിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ബട്ട് ഇതിലും സർപ്രൈസിംഗ് ആയിട്ട് നമുക്കുള്ള ഫാക്ട് ഇതാണ്, കാനഡ ലാസ്റ്റ് ഒരു 10 വർഷം കൊണ്ടാണ് ആ ഇൻക്രീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പോകാൻ കൊതിക്കുന്ന, അതിനുവേണ്ടി എന്തും ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ അധികമാണ്. അതിൽ ലോങ് ഡേറ്റഡ് ഹിസ്റ്ററി നമുക്കുള്ളത് US ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ കാലമായി ഇന്ത്യയിൽ നിന്ന് പോകുന്നത് US അത് പഠിക്കാനായാലും ജോലിയോടായാലും റിലേറ്റീവ്സ് വഴി ആയാലും പോകുന്നവർ കൂടുതലും ഗ്രീൻ കാർഡൊക്കെ അടിച്ച് US തന്നെയാണ്. ഇതിൽ കൂടുതൽ ഏത് സ്ഥലത്തേക്കായിരിക്കും? ഇപ്പോൾ നമ്മൾ US ഒരു ഫുൾ സ്റ്റേറ്റ്സ് എടുത്ത് ഇന്ത്യക്കാർ പോകുന്ന ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ 2000 മുതൽ ഇന്ന് വരെയുള്ള കണക്കാണ്. അതിൽ ഏറ്റവും കൂടുതൽ കാലിഫോർണിയയിൽ തന്നെയാണ് അന്നും ഇന്നും ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത്. അത് കഴിഞ്ഞാൽ ടെക്സസ്, ന്യൂയോർക്ക് അങ്ങനെ വന്ന് ഏറ്റവും താഴെ ജോർജിയ വരെയാണ്.